ഹായ് ഫ്രണ്ട്സ്, N4NJ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു എപ്പിസോഡ് വെച്ചാൽ മലയാള സിനിമയിലെ സൂപ്പർ ഹിറ്റ് സിനിമകളായിട്ടുള്ള ഇലവീഴ, പൂഞ്ചിറ, അതുപോലെ തന്നെ എക്കോ എന്നീ സിനിമകളുടെ ലൊക്കേഷനാണ്. ഈ ലൊക്കേഷൻ എവിടെ വെച്ചാൽ നമ്മൾ കാണേണ്ട ചിലതാ. ഇത് കണ്ടോ, ഇലവീഴ പൂഞ്ചിറ എന്ന ടൂറിസ്റ്റ് പ്ലേസാണ്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല കാറ്റാണ്, എല്ലാവരും കാണാം. ഇലവീഴ പൂഞ്ചിറ ഭൂമിയിലൊരു മനോഹരമായ സ്ഥലം. കേരളത്തിൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് സത്യം അറിയുന്നത്. കാരണം ഇത് കാണേണ്ട സ്ഥലം തന്നെയാണ്. മലയാള സിനിമയിലെ സൂപ്പർ ഹിറ്റ് സിനിമയായിട്ടുള്ള എക്കോ, അതുപോലെ ഇലവീഴ, പൂഞ്ചിറ എന്നുള്ള സിനിമയുടെ ലൊക്കേഷനാണ്. മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതിന് അപ്പുറത്തേക്കുള്ള ഒരു മനോഹാരിതയാണ്. കാരണം പ്രകൃതിയുടെ അങ്ങേ തല, നമ്മൾ എത്രത്തോളം ശരിക്കും പ്രകൃതി സ്നേഹിച്ച് യാത്രകളെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണ് ഇലവീഴ, പൂഞ്ചിറ. കാരണം ആകാശവും ഭൂമിയും നമുക്കിങ്ങനെ ആകാശത്ത് കൈകൊണ്ട് തൊടുക, ഭൂമിയിൽ നിന്നുകൊണ്ട് കൈകൊണ്ട് ആകാശത്ത് തൊടാൻ പറ്റുന്ന ഒരു സ്ഥലം. എന്താ പറയുക, ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അവിടെ പോയപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല. നല്ല മഴക്കാലം പോലെയുള്ള ഒരു ഇരുട് മൂടിയിട്ടുള്ള അവസ്ഥ. മെയ് മാസമാണ്, അപ്പം മഴ കുറച്ചുണ്ട്. കാർമേഘങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നുണ്ട്. അതിനിടയിൽ കൂടെ കോടമഞ്ഞൊക്കെ വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുളിന്റെ അങ്ങേ തല. 5 കിലോമീറ്ററോളം കയറാനുണ്ട്. അവിടെ ജീപ്പ് സൗകര്യങ്ങളുണ്ട്, അതിനൊക്കെ എക്സ്ട്രാ പൈസ കൊടുക്കണം. പക്ഷെ നമ്മൾ നടന്ന് കയറുകയാണെങ്കിലാണ് ഏറ്റവും വ്യൂ. ജീപ്പിൽ പോരുമ്പോൾ ആ വ്യൂ ഇട്ടില്ല, ഒരു ട്രക്കിങ് പോലെയുള്ള സംഭവമാണ്. അതല്ലാതെ ഓരോ സ്പോട്ടും നമുക്ക് അത് കയറിയിട്ട് ആ വ്യൂ പോയിന്റ് നിന്നുകൊണ്ട് നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ വേറെ ലോകത്തെത്തിയ അവസ്ഥയാണ്. ഫുള്ള് പച്ചപ്പ്, ആ പുല്ലുകളൊക്കെ എന്തൊരു ഭംഗിയാണ്. നമ്മുടെ ആ എക്കോ പറഞ്ഞ സിനിമയിൽ നിങ്ങൾ കണ്ടിരിക്കും, നമ്മളെ മ്ലാത്തിച്ചേടത്തി ഇരിക്കുന്ന ആ പാറപ്പുറവും ആ നായ്ക്കളൊക്കെ ഓടി വരുന്ന ആ പുൽമേടും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 വരെയൊക്കെ ജീപ്പ് വരും. ആ ജീപ്പിന് നല്ല സംഖ്യയാണ് വാങ്ങുന്നത്. അതിനുശേഷം പിന്നെ സ്ഥലം നടന്ന് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തും. ആ ടോപ്പിലൊക്കെ എത്തുമ്പോൾ നമ്മൾ ശരിക്ക് വേറൊരു മൂഡാണ്. ആ മൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ തോന്നും ആകാശം തൊടാൻ പറ്റുന്നത്. അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക്. എന്താ പറയാ, ഇത്രയും മനോഹരമുള്ള സ്ഥലങ്ങളൊക്കെ നമ്മളെ കേരളത്തിൽ ഉണ്ടായിട്ട് പലരും ദൂരങ്ങളിലേക്കാ പോവാ. പക്ഷെ കേരളത്തിന്റെ ഭംഗി എന്നുള്ളത് എനിക്കൊന്നിന് കുറച്ച് നമ്മളെ വയനാട്, ഇടുക്കി, കോട്ടയം ഇങ്ങനെയുള്ള ജില്ലകളിലാണ് കൂടുതൽ മലയോരങ്ങളുള്ളത്. മറ്റ് ആലപ്പുഴ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് കായലുകളും മറ്റുള്ളൊക്കെയാണ്. പക്ഷെ ഇതൊരു അസാധ്യമായ ഭംഗിയാണ്. പിന്നെ കോടമഞ്ഞ്, നല്ല ഫീൽ കോടമഞ്ഞ്. ചൂട് പുറത്ത് ടൗണിലൊക്കെ ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ പോലും ഇവിടെ വേറൊരു ഫീലാണ്. നല്ല ശുദ്ധമായ വായു ശ്വസിച്ച് നമ്മളിങ്ങനെ ആസ്വദിക്കുന്ന ഒരു മനോഹരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആകാശം തൊടുന്ന പോലെ നിൽക്കാം. അവിടെ പിന്നെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയ എല്ലാ സൗകര്യം ഉണ്ട്. പിന്നെ അവിടെ മുനിയറ ഗുഹ ഉണ്ട്. അതിന് താഴത്ത് കുറെ ടൂറിസ്റ്റ് പ്ലേസ് കാണുന്നുണ്ട്. അപ്പൊ ഈ കാണുന്ന ബോഗി ഉണ്ടല്ലോ, ഈ ബോഗിന്റെ ഇവിടെ വെച്ചിട്ടാണ് ഇലപ്പുഴ പൂഞ്ചിറ എന്നുള്ള സിനിമ ഷൂട്ട് ചെയ്തത്. മനോഹരമായിട്ടുള്ള ഒരു ട്രെയിനിന്റെ ബോഗി പോലെ സംഭവമാണത്. അതിൻ്റെ അടുത്തൊരു കാറ്റാടീൻ്റെ ഇതൊക്കെ വീണ് കിടക്കുന്നുണ്ട്. നല്ല പാട്ട് സീനിലൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണ്. നല്ല എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഒരു തവണയെങ്കിലും പോവുക, ആസ്വദിക്കുക. കാരണം അവന്റെ ലോങ് നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു ഭംഗി. പിന്നെ ഒരുപാട് ടവറുകളുണ്ട്. പ്രത്യേകിച്ച് ഇടിമിന്നൽ കൂടുതൽ ഏൽക്കുന്ന ഒരു സ്ഥലങ്ങളാണ് അതൊക്കെ. ഇടിമിന്നൽ സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഫുള്ള് ടവറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റുള്ള ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരു 5-6 ടവറുകളുണ്ട്. ഇതൊരു വലിയൊരു മലയാണ്. ഇല്ലിക്കൽക്കല്ല് എന്നുള്ളൊരു മലയുടെ ഒരു പോർഷനാണ് ഈ പറയുന്ന ഇലവീഴ, പൂഞ്ചിറ. നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് എന്താ പറയാ, ഇങ്ങനെ മേഘങ്ങളൊക്കെ നമ്മൾ വിമാനത്തിൽ നിന്ന് താഴോട്ട് നോക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ, അതുപോലുള്ളൊരു അവസ്ഥയാണ്. ഫീൽ എന്ന് പറഞ്ഞാൽ അസാധ്യമായ ഫീലാണ്, അനുഭവിച്ചറിയേണ്ട ഫീലാണ്. അത്രയ്ക്കുള്ളൊരു സ്ഥലമാണ്. ഫാമിലിയായി പോവുക. ഇതൊക്കെ ഈരാറ്റുപേട്ടയാണ് ഇതിന്റെ എൻഡ്. ഈരാറ്റുപേട്ടെന്നാണ് ഈ ടൂറിസ്റ്റ് പ്ലേസിലേക്കൊക്കെ നമ്മൾ പോകുന്നത്. ഇപ്പൊ ഇലവീഴ, പൂഞ്ചിറ ആണെങ്കിലും ഇല്ലിക്കക്കല്ലാണെങ്കിലും വാഗമണ്ണാണെങ്കിലും മാർമല അരുവിയാണെങ്കിലും ഒക്കെ പോകുന്ന സ്ഥലം ഈരാറ്റുപേട്ട എന്ന സ്ഥലത്താണ്. അപ്പം ഈരാറ്റുപേട്ടന്ന് പോകാൻ പറ്റിയ ഒരുപാട്, കോട്ടയത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അല്ല, ഈരാറ്റുപേട്ട ബേസ് ചെയ്ത സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളൊക്കെ. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അത്യാവശ്യം നടക്കാനും കയറ്റം കയറാനും നമുക്ക് കഴിയണം. അങ്ങനെയുള്ളവർ പോയിട്ടേ കാര്യമുള്ളൂ. ഇപ്പൊ കാലിന് സുഖമില്ലാത്ത ആൾക്കാർ പെട്ടെന്ന് കയറാൻ കഴിയില്ല.
കാരണം ഇതൊക്കെ നടന്ന് കയറി പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീലും അതിൻ്റെ ഒരു സന്തോഷം കിട്ടുള്ളൂ. അപ്പം പോവുക, കാണുക. പിന്നെ ഈ ബോഗി കണ്ടോ, ഈ ബോഗിയുടെ ഉള്ളിലേക്കൊക്കെ ഒരുപാട് സംഭവമുണ്ട്. കാരണം ട്രെയിനിന്റെ ഒരു ബോഗി പോലെയാണ് ഇത്. സിനിമയ്ക്ക് മുമ്പാണോ ശേഷമാണോ ഉണ്ടാക്കിയൊക്കെ അറിയില്ല. പക്ഷെ ഈ പടത്തിൽ കാണിക്കുന്നുണ്ട്. ഇലവീഴ പൂഞ്ചിറയിൽ കാണിക്കുന്നുണ്ട് ഈ പടത്തിന്റെ കൂടെ. ഇതിന്റെ ഉൾഭാഗത്തേക്ക് ഞാൻ കയറി നോക്കി. ഉൾഭാഗത്ത് നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര വ്യൂ ആട്ടോ, എന്തോ ഒരു രസമാണ് കാണാന്. പിന്നെ അതിന്റെ ഒരു കിച്ചൺ പോലത്തെ ഒരു ഏരിയ ആണ് കണ്ടോ, ബാത്റൂം പോലത്തെ ഒരു ഏരിയ, ഉള്ളിലേക്ക് ഗുഹ പോലുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴൊക്കെ രസമാണ്. കാരണം ഇത് പ്രത്യേക ഒരു ഫീലുള്ള സ്ഥലമാണത്. അത് വാക്കുകൊണ്ടല്ല, നിങ്ങൾ എപ്പോഴും പോയി നോക്കുക. അപ്പൊ ഈ ബോഗി നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, ഈ സ്ഥലം നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഇത് പോകാൻ മറക്കരുത്. കാരണം ഇത് മറന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ഥലമൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ ലൈഫില് വലിയൊരു ഇത് നഷ്ടമാണ് നമുക്ക്. അത്രയും നഷ്ടമുള്ള സ്ഥലമാണ്. പിന്നെ ഈ പുല്ലുകളൊക്കെ കണ്ടോ, എന്തോ ഒരു ഭംഗിയാണ് കാണാന്. കാരണം ആ പച്ചപ്പ്, ആ സൗന്ദര്യം അത് നമ്മൾ ആസ്വദിക്കേണ്ടത് തന്നെയാണ്. കാലാവസ്ഥ മൊത്തം ചേഞ്ച് ആവും. മനസ്സിൽ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ അതൊക്കെ മാനസികമായിട്ട് മാറിയിട്ട് നമ്മൾ വേറൊരു മനുഷ്യനെ പോലെ ആവുന്ന ഒരു അവസ്ഥയാണ്. കാരണം നമ്മളൊരു കുട്ടികളെ പോലെ തുള്ളിച്ചാടി നടക്കുന്ന ഒരു ഫീലിലേക്ക് മാറും. അപ്പോൾ നമ്മൾ എപ്പോഴെന്ന് വെച്ചാൽ അത് യാത്രകൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു മാനസികമായ സന്തോഷമുണ്ട്. ആ സന്തോഷം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇലവീഴ പൂഞ്ചിറയിൽ പോകുമ്പോൾ കിട്ടും. അത് 100% ഉറപ്പാണ്. ഈ ഒരു ഇലവീഴ പൂഞ്ചിറയുടെ മലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചുറ്റുമുള്ള ഒരുപാട് മലകളുണ്ട്. ചില മലകള് അവിടെ സൂര്യപ്രകാശം ഉണ്ട്, അതിന്റെ അപ്പുറത്ത് സൂര്യപ്രകാശം ഉണ്ടാവില്ല. പിന്നെ അതിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ നമ്മൾ ഈ എക്കോ പറഞ്ഞ സിനിമയിൽ ഇത് കുറെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പല ഭാഗങ്ങളും നമ്മൾ മലേഷ്യ ചിത്രീകരിച്ച ഭാഗങ്ങളൊക്കെ ഇതിന്റെ താഴെ ഭാഗത്തുള്ള തടാകം പോലുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പം മനോഹരം എന്ന് പറഞ്ഞാൽ പോരാ, അതിമനോഹരം, അതിസുന്ദരം എന്ന് തന്നെ പറയണം. ഈ പാറപ്പുറം കണ്ടോ, ഇത് ലോങ് വിഷനാണ്. നമ്മൾ കയറി വരുമ്പോൾ ഉണ്ടാവുന്ന വിഷനാണിത്. നമുക്ക് ആ മുകളിലേക്കാണ് എത്തേണ്ടത് കേട്ടോ. നമ്മൾ കയറി വരുമ്പോൾ ഉണ്ടാവുന്ന സംഭവമാണ്. ഞാൻ കയറി ഇറങ്ങുന്ന സമയത്താണ് ഈ വീഡിയോസ് എടുത്തത്. അപ്പം അതിന്റെ ചുറ്റുപാടുള്ള മതിലുകളുണ്ടാവും. ശരിക്കും റോട്ടിലൂടെ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് വരച്ചു വെച്ച ചിത്രം പോലെയാണ് ഓരോന്നും. ഇപ്പൊ ആ ഭാഗത്ത് വെയിലുണ്ട്, പക്ഷെ ഈ ഭാഗത്ത് വെയിലില്ല. ആ റോഡാണത്. ആ റോഡ് ഏതാ വെച്ചാല് പാല വാഗമൺ റോഡാണത്. ആ പോകുന്ന റോഡ് ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട്. ഈ ചെറിയ കുട്ടികളെ കൊണ്ടുവരുന്നവർക്ക് ശ്രദ്ധിക്കണം, കാരണം അപകടമാണ്. കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഭയങ്കര റിസ്ക് ആണ്. അത് ഭയങ്കര അവർക്ക് അത്ര ഓടിക്കയറാൻ കഴിയില്ല. പക്ഷെ ശരിക്കും നടന്ന് ആസ്വദിച്ച് ഇങ്ങനെ ഓരോരോ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് പിന്നെ ആകാശം കണ്ട് ആകാശം ഇരുട്ട് കൂടി വരുന്നുണ്ട്. ശരിക്കും നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് എന്താ വെച്ചാല് ആകാശം നമ്മൾ തൊടുകയാണ്, അല്ലെ തലയെ കൂടെ വീഴുന്നൊക്കെ തോന്നിപ്പോവും. അപ്പൊ അത്രയും വിഷ്വല് ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു പറഞ്ഞ ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന സ്ഥലം. അത് കാണണം, കണ്ടില്ലെങ്കിൽ നഷ്ടമാണ്. ഒന്നും കൂടി ഓർമ്മിക്കുകയാണ്. പിന്നെ ആകാശം തെളിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, ഒരു 10-15 മലകളുണ്ട്, ചുറ്റുപാടുള്ള മലകള്. ആ മലകളൊക്കെ ഭംഗി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. തണുത്ത കാറ്റ്, ഏത് കുംഭമാസമാണെങ്കിലും തണുത്ത കാറ്റ് ഇങ്ങനെ വരുന്നതാണ്. ഇപ്പൊ ഞാൻ പോയത് മെയ് മാസത്തിലാണ്. മെയ് മാസത്തിലാകുമ്പോൾ കുറച്ച് ചൂടും കുറച്ച് വെയിലും കുറച്ച് മഴയൊക്കെ ഉള്ള ഒരു സമയമാണ്. അപ്പൊ ആ മഴക്കാലത്താണ് ഏറ്റവും ഫീല്, അതിന്റെ ഏറ്റവും ഭംഗിയായിട്ടുള്ള മഴക്കാലത്താണ്. അപ്പൊ മഴക്കാലത്ത് പോകാൻ ശ്രമിക്കുക. കാരണം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആനന്ദമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. 100 കൂട്ടം ബിസിനസ് തിരക്കുകളും തിരക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ, പഠനങ്ങളും അല്ലെങ്കിൽ സാമ്പത്തിക ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴൊക്കെ ഇവിടെയൊക്കെ പോയി കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് ഫീല്, മനസ്സൊക്കെ തണുത്ത് ഒരു സന്തോഷം കിട്ടി നമ്മൾ വേറെ മൂഡിലേക്കും. അപ്പൊ അങ്ങനത്തെ സ്ഥലമാണ് ഇലവീഴ പൂഞ്ചിറ. ആ പേര് തന്നെ ഒരു മനോഹാരിതല്ലേ, ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലാണ്. അതാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത. കേരളത്തിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉള്ളത് ഞാൻ ഈ അടുത്ത കാലത്താണ് അറിയുന്നത്. ഞാൻ ഇപ്പോഴാണ് ഇവിടേക്ക് പോകുന്നത്. ഞാൻ ഈ സിനിമ കണ്ടപ്പോഴും ഞാൻ വിചാരിച്ച സിനിമക്കിട്ട പേരാന്നാണ്. പക്ഷെ പിന്നീടാണ് ഇലവീഴ പൂഞ്ചിറ എന്നൊരു പ്ലേസ് ഉണ്ടെന്ന കാര്യം ഞാൻ അറിയുന്നത്. മനോഹരമാണ്, ഒന്നും പറയാനില്ല. എത്രയും പെട്ടെന്ന് തന്നെ പോവുക. ശക്തമായ കാറ്റുണ്ടാവും, ശക്തമായ കാറ്റാണ് അതിലത്തെ ഒരു പ്രത്യേകത. ആ കാറ്റ് തണുപ്പുള്ള കാറ്റായിരിക്കും ഉണ്ടാവുക, അല്ലാതെ ഒരു മടുപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആ കാറ്റിൽ നമ്മൾ അവിടെ നിൽക്കുമ്പോണ്ടല്ലോ മനസ്സ് ഇങ്ങനെ നിറഞ്ഞൊഴുകും. അങ്ങനത്തെ ഒരു കാറ്റാണ്, തണുത്ത കാറ്റ്. ആകാശത്ത് കാർമേഘങ്ങളൊക്കെ ഉണ്ട കൂടി ഇങ്ങനെ വരും. നമുക്ക് കാണുമ്പോൾ ഒരു ഭീകരമായ ഒരു അവസ്ഥ. അതിന്റെ കൂടെ നമ്മൾ എൻജോയും കൂടി ചെയ്യും. പിന്നെ ആ പുല്ലുകൾ പറഞ്ഞ പ്രത്യേക തരം പുല്ലാണ്. ഞാനത് കണ്ടിട്ടില്ല ഇങ്ങനത്തെ പുല്ല്. അത് കാണുമ്പോൾ തന്നെ ഭംഗിയാണ്. അപ്പുറത്തൊരു തടാകം ഉണ്ട് കണ്ടോ, ആ തടാകം അതുപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസ് പെട്ട സ്ഥലമാണ്. അത് ആ റോഡിൽ നിന്ന് ഒരു സൈഡിൽ കൂടെ കയറി കഴിഞ്ഞാൽ തടാകത്തിൽ എത്താൻ പറ്റും. അതിന്റെ അപ്പുറത്തൊരു ഗുഹ ഉണ്ട് താഴെ ഭാഗത്ത്.
അതൊക്കെ നമുക്കങ്ങനെ കയറി വരുമ്പോൾ ഈ പ്ലേസുകളൊക്കെ കയറി ലാസ്റ്റ് വേണം ഇവിടേക്ക് വരാൻ. ഫസ്റ്റ് പോയിട്ട് ഇലവീഴ പൂഞ്ചിറ കയറരുത്. ആദ്യം നമ്മൾ ആ ഗുഹ കയറണം, ആ തടാകം കയറണം. അതൊക്കെ കയറിയിട്ട് വേണം ഇവിടെ എത്താൻ. ഈ റോഡ് കണ്ടോ, ഈ റോഡ് വാഗമൺ പാല റോഡാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ വാഗമൺ എത്താം, റൈറ്റ് സൈഡിലേക്ക് പോയാൽ പാലെത്താം. അതാണ്. അപ്പം മനോഹരമായ സ്ഥലമാണ്. ഇതിൽ പറഞ്ഞാൽ തീരാത്ത അത്ര മാത്രം ഒരു ഹാപ്പിനെസ് കിട്ടും. ഇത് ഇവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്ന സംഭവങ്ങളായിരിക്കും. പല ടൂറിസ്റ്റ് പ്ലേസ് പോകുമ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും, ബോട്ട് സർവീസും കാര്യങ്ങളുണ്ടാവും. ഈ മലകളെ വിഷലുണ്ട്, ലോങ് വിഷൽ കണ്ടോ? ഈ ലോങ് വിഷൽ എന്ന് വെച്ചാൽ നമ്മൾ വേറെ എന്തോ ഒരു ലോകത്ത് എത്തിയ പോലെയാണ് കണ്ടോ, വേറെ ലോകം തന്നെയാണത്. അതുപോലെ ആ പാറപ്പുറം അതൊക്കെ നമ്മൾ ശരിക്കും ആദ്യം ഈ ഇവിടെ പോകുന്നതിന് മുമ്പ് ഈ എക്കോ പറഞ്ഞ സിനിമ ഒന്ന് കാണിരിക്കും നന്നാവുക. എക്കോ ഇലവീഴ പൂഞ്ചിറ സിനിമ കാണിരിക്കും നന്നാവുക. അത് കണ്ടാൽ മനസ്സിലാവും എന്താന്നുള്ളത്. ഈ പാറപ്പുറത്താണ് ആ പ്ലാസ്റ്റിക് ചേർത്തി ഇരുന്നതും, ആ പാറപ്പുറത്താണ് ആ സിനിമയിൽ ഒരുപാട് രംഗങ്ങളുള്ളത്. അതിന്റെ താഴെ ഭാഗത്തുനിന്ന് കുറെ ഷൂട്ടിങ്ങും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. അപ്പൊ മനോഹരമായ സ്ഥലമാണ് ഇത്. പോയിട്ടില്ലെങ്കിൽ വളരെ നഷ്ടമാണ്. ജീപ്പുകളിലൊക്കെ ആൾക്കാരെ കയറ്റിക്കൊണ്ടൊന്നും കാണുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നത് 2000 രൂപ 3000 രൂപ ഒക്കെ വരുന്നുണ്ട്. കയറാൻ കഴിയാത്ത ആൾക്കാരൊക്കെ കുറച്ച് കയറുന്നുണ്ട് അതിൽ. പക്ഷെ അതിൽ കയറിയാൽ കഴിഞ്ഞാൽ മുക്കാ ഭാഗത്തും പിന്നെയും ഭാഗം മൊത്തം 5 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. ആ 5 കിലോമീറ്ററിൽ ഏകദേശം ഒരു 3 കിലോമീറ്ററൊക്കെ ജീപ്പ് പോവാ, ബാക്കി നടന്ന് തന്നെ കയറണം. പക്ഷെ എന്താ പറയാ, മനോഹരമായ ഒരു സ്ഥലമാണെന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ്. കാരണം പോയിട്ടില്ലേ നഷ്ടമാണ്. എപ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് ഇതാക്കുകയാണെങ്കിലും ഈരാറ്റുപേട്ട എന്നുള്ള ഒരു ഇത് ബേസ് നോക്കിയാൽ മതി. ഈരാറ്റുപേട്ടയിൽ നിന്ന് പോകുന്ന സ്ഥലങ്ങളായിട്ടാണ് ഇത് കാണുന്നത്. ഓക്കെ, അപ്പൊ മറക്കാതെ തന്നെ പോവുക, കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കരിങ്കല്ല് പതിച്ച സ്ഥലങ്ങളാണ്. താഴെ ഭാഗം കുറച്ചാണ് വഴുക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. ബാക്കിയൊക്കെ കരിങ്കല്ല് പതിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. കയറാനൊക്കെ സൗകര്യമാണ്. ഓക്കെ, അപ്പോൾ ഇലവീഴ പൂഞ്ചിറയിലെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ഇനി ഇല്ലിക്കൽമേട് ഉണ്ട്, മാർമൽ തേനരുവി ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ ഇലവീഴ പൂഞ്ചിറ എന്നുള്ള ഈ സ്ഥലം കേരള ടൂറിസത്തിൻ്റെ പ്രധാന സ്ഥലമാണ്. അപ്പോൾ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ തൊട്ടടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസുകളാണ്. മനോഹരമായിട്ട് റോഡാണ്, നല്ല റോഡ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.